യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഒരുമിച്ചുള്ള ആത്മീക കൂട്ടായ്മയിൽ നമ്മൾ ദൈവത്തെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ കൂട്ടായ്മയിൽ നാം ആരാധിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തെ നമ്മൾ സേവിക്കുകയും ചെയ്യുന്നതായ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് ആത്മീയ കൂട്ടായ്മയെ കാണിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ്. നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടാണല്ലോ. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂട്ടായ്മ ആചരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ടാകണം. നമ്മൾ ഒരു ദൈവത്തെ ഒരേപോലെ തന്നെ സേവിക്കുന്നു. നമ്മൾ ഒരു ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഒരേ മനോഭാവത്തോടെ ഒരേ ഐക്യതയോടുകൂടെ നമ്മൾ ഒന്നിച്ചായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നതും. ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി സമൂഹത്തെ സേവിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇത് നമ്മൾ ആരും തന്നെ മറക്കരുത്. നമ്മൾ ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യരെ സേവിക്കുന്നില്ല എന്നുള്ളതല്ല എന്നർത്ഥം. നമ്മളുടെ സേവനം അഥവാ നമ്മുടെ ശുശ്രൂഷ മനുഷ്യരുടെ ഇടയിലാണ്. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് തന്നെ അയച്ചവനായ പിതാവിനെ ഈ ഭൂമിയിൽ സേവിച്ചത്? യേശു തൻ്റെ പിതാവിനെ സേവിച്ചത് അല്ലെങ്കിൽ ശുശ്രൂഷിച്ചത് അവൻ നമ്മളുടെ ഇടയിൽ പാർത്തുകൊണ്ട് നമ്മെ ശുശ്രൂഷിക്കുക വഴിയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവീക ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നു. നമ്മൾ അറിയിക്കുന്ന സുവിശേഷം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതെല്ലാം തന്നെ ദൈവത്തിനുള്ള ശുശ്രൂഷയാണ്. നമ്മൾ ആരും തന്നെ അത് മറന്നു പോകരുത്. അതിന് ആസ്പദമായിട്ടുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിപ്പാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് അനുസരണം എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നത്. നാം ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് അനുസരിക്കാൻ കഴിയും? ആർക്ക് അനുസരിക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യമല്ല. മറിച്ച് നമുക്ക് ഈ കൽപ്പനകൾ അനുസരിക്കുവാൻ നമ്മെ എളുപ്പമാക്കി തീർക്കുന്നത്, കൂടുതൽ ലാളിത്യത്തോടുകൂടെ ഇവ അനുസരിക്കുവാൻ നമ്മെ സഹായകമാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കാരണം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ, നിങ്ങളുടെ സഹായകൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരികയില്ല. കർത്താവ് യേശുക്രിസ്തു ഇവിടം വിട്ടു പോയില്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും തന്നെ ഈ വചനം അനുസരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം നമ്മെ സഹായിക്കുവാൻ ദൈവം നിയോഗിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചതായ വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. കേവലം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം അനുസരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോകത്തിൽ ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ ദൈവവചനം അനുസരിച്ചതായ അനേക ഭക്തന്മാരെ കാണുവാൻ കഴിയുന്നുണ്ട്. എനിക്ക് അതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടതായ ഒരു വ്യക്തി നോഹയാണ്. എന്തുകൊണ്ടെന്നാൽ നോഹയുടെ കാലത്ത് ലോകം മുഴുവനും വളരെ അരാജകത്വത്തിലും, അതേപോലെ തന്നെ ലോകത്തിൽ മനുഷ്യർ വളരെ വഷളന്മാരായും ദൈവത്തെ ദുഷിക്കുന്നവരും വളരെയധികം മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള വഷളത്വം പെരുകിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നോഹ നീതിമാനായി ജീവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു നോഹ. അവൻ ദൈവത്തെ അനുസരിച്ചു. എങ്ങനെ അനുസരിച്ചു? നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും ആകാത്ത രീതിയിൽ നോഹ ദൈവത്തെ അനുസരിച്ചു. മഴ ഇല്ലാതിരുന്നൊരു കാലഘട്ടം, ജലപ്രളയം ഒരിക്കലും ലോകത്തുണ്ടാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ മഴ വരുന്നു എന്ന് പറഞ്ഞ് നോഹ അന്നത്തെ ജനത്തോട് സംസാരിച്ചു. ആ ജനം മുഴുവൻ അത് തള്ളിക്കളഞ്ഞു. കാരണം അത് നടപ്പിലാകുന്ന പരിപാടിയല്ല. എന്ന് മാത്രമല്ല, ദൈവം നോഹയോട് പറയുന്നു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പവും ഒരു 4 നില കെട്ടിടത്തിന്റെ ഉയരവും ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഒരു പ്രസംഗകൻ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളോടാണ് ദൈവം ഇത് പറയുന്നെങ്കിൽ നമുക്കൊരു കോഴിക്കോട് പോലും പണിയാൻ അറിയാത്ത നമ്മൾ
എങ്ങനെ ഇപ്രകാരം ഒരു പെട്ടകം പണിയുവാനിടയായി തീരും. പക്ഷെ നോഹയ്ക്ക് അത് പണിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു മനസ്സുള്ളപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ പ്രവൃത്തിക്ക് അവനെ സജ്ജനാക്കി തീർത്തു. അവൻ അങ്ങനെ അതനുസരിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ ജന്തുക്കളുടെയും ഇണകൾ ആ പെട്ടകത്തിലേക്ക് വന്നു കയറുമാറായി. നോഹ അതിനുവേണ്ടി ഓടി നടക്കേണ്ടി വന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നോഹയുടെ ഭാഗം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഭാഗവും ചെയ്യാനിടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ കൊണ്ട് സാധ്യമല്ല എന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മൾ മറന്നു പോകരുത്, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് ഒരു ആഗ്രഹമുള്ള ഒരു ഹൃദയം മതി. ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മെ ദൈവം അസാധ്യമായ കാര്യങ്ങളെ ചെയ്യുവാൻ സഹായിക്കും. അബ്രഹാമിനെ ദൈവം സഹായിച്ചില്ലേ? മോശയെ ദൈവം സഹായിച്ചില്ലേ? അതേ, നമ്മെ സഹായിപ്പാൻ ദൈവം സർവശക്തനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായി കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്നെടുക്കുന്ന ഭാഗത്തിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത ദിവസങ്ങൾ നമ്മൾ ആ ഒരു ഭാഗം തുടരുന്നതാണ്. വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയിലെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥന ഒരുമിച്ച് പങ്കിടുന്നു. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ദൈവത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു ആശയവിനിമയ ഉപാധിയാണ് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും പലരും പ്രാർത്ഥന എന്നുള്ളത് തങ്ങൾക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായി ചിന്തിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. മറിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവണ്ണം തന്നെ ആത്മാവ് താനും നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവോണം പ്രാർത്ഥിക്കേണ്ടത് ഇന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് ഹൃദയത്തിന്റെ ചിന്തകൾ ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അറിയുന്നു. അതെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സഹായകനായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥന നമ്മളുടെ കൂട്ടായ്മയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ ബൈബിളിൽ പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് അപ്പോസ്തലനെ പിറ്റേ ദിവസം കൊല്ലേണ്ടതിന് വേണ്ടി ഹെരോദ രാജാവ് പിടിച്ച് തടവറയിൽ ഇട്ടപ്പോൾ ആ തടവറയുടെ പ്രത്യേകതകൾ അറിയാവുന്ന ദൈവത്തിന്റെ സഭ, ആ സഭയ്ക്ക് മനസ്സിലായി 16 പട്ടാൾക്കാരുടെ അകമ്പടിയിൽ ഏറ്റവും അകത്തുള്ള ജയിലറയ്ക്കുള്ളിൽ തങ്ങളുടെ ദൈവദാസൻ പാസ്റ്റർ കിടക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതായ സഭ പത്രോസിനെ വിടുവിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി പ്രയാസമുള്ള കാര്യമാണ്. അവർ ഏതെങ്കിലും ഭരണകർത്താക്കളെ പോയി കണ്ടാലോ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അടുത്ത് എന്നാലോ പത്രോസിനെ വിടുവിക്കാൻ കഴിയില്ല എന്ന് ഹെരോദാവിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ ആ ദൈവസഭ ചെയ്തത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കത്തൊന്നുമില്ല, നമ്മൾ അധികാരികളുടെ പുറകെ നടന്നനെ. നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുക്കിലേക്കോ അല്ല രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറകെ ഓടി നടന്നനെ. പക്ഷേ ആ സഭ അതല്ല ചെയ്തത്. അവർ ആത്മീയമായി ഉണർന്നിരിക്കുന്ന സഭയായതുകൊണ്ട് അവർ ഉണർന്ന് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആത്മീയമായ മയക്കമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പകരം നമ്മൾ അതിന്റെ സ്ഥാനത്ത് ചിന്തിക്കുന്നത് നമ്മൾ അധികാരവർഗത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവരുമായിട്ടുള്ള സംസാരത്തിലൂടെ നമ്മുടെ വിഷയങ്ങൾ സാധ്യമാക്കിയെടുക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ ഇന്നും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നതായ ഒരു കാര്യമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിലുള്ള ദൈവദാസന്മാർ അവർ ആരും തന്നെ കോടതിയിൽ കയറി ഇറങ്ങിയോ പോലീസിന്റെ അടുക്കൽ പോകുകയോ അധികാരവർഗങ്ങളെ പോയി കാണുകയോ ചെയ്യാതെ അവരുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് സഭയൊന്നടങ്കം അവർ ഉപവാസം പ്രസിദ്ധമാക്കി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വവും വിടുതലുകളും അനുഭവിച്ചവരായ ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ കാണുവാൻ സാധ്യമല്ല. കാരണം നമ്മൾ ഇന്ന് ഇതം പ്രഥമമായി പരിഗണിക്കുന്നത് അധികാരികളെ കാണുവാനാണ്. നമ്മളുടെ ശബ്ദം ഉറക്കെ സെക്രട്ടേറിയറ്റ് നടയിലും അതേപോലെ തന്നെ കളക്ടറേറ്റുകളുടെ മുമ്പിലും അതേ അധികാരികളുടെ മുമ്പിലും നമ്മൾ ഉന്നയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു യഥാർത്ഥ സഭ, ഉണർന്ന സഭ,
ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കും. കാരണം പ്രാർത്ഥന അവരുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ദൈവവചനം പഠിക്കുകയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ച് പോകുന്ന ആദിമ സഭയെപ്പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പോരുന്നതായ അനുഭവം ഇല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ ആദിമസഭയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട മാതൃക ചിന്തിക്കുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ പരിശോധിക്കണം. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടോ? ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുവാൻ നിങ്ങൾ സമയമെടുക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതേ, പ്രാർത്ഥന എന്നുള്ളത് ആത്മീയ കൂട്ടായ്മയുടെ വലിയൊരു ഭാഗമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, അതേപോലെ തന്നെ കൂട്ടായിട്ടും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം ഈ രണ്ട് കാര്യത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയല്ലേ യേശു പറഞ്ഞത്? അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ ദൈവവചനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നാം വലിയ പ്രാധാന്യം കൊടുത്തേ മതിയാവുകയുള്ളൂ. കാരണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ഭൂമിയിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല. അതെ, ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിശാലമായ ചിന്തകളിലേക്ക് കടക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം പ്രാർത്ഥനയുടെ കൂട്ടായ്മ ഉള്ളതായിരിക്കുവാൻ, ദൈവത്തോട് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതേ ഞങ്ങളുടെ സഭാ കൂട്ടായ്മകളിലും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീയ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.